ഇവിടെ ഗോവൻ കൊങ്കണി സ്റ്റൈൽ ലഞ്ചാണ് ഞാൻ റെഡിയാക്കുന്നത്. ഗോവൻ്റെ ഗോവൻ കോസ്റ്റൽ ഏരിയ ആണല്ലോ, അപ്പം അവിടെ ഫിഷ് കറി ഫിഷ് ഇല്ലാതെ അവിടുത്തെ മീല് കംപ്ലീറ്റ് ആവില്ല. ഞാനിവിടെ ഒരു ഹ്യൂമൻ ആണ് അവിടെ ഫിഷ് കറിക്ക് പറയുക, അത് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ റൈസ് 3 കോഴ്സസ് ആയിട്ടാണ് ഗോവൻ അത് സെർവ് ചെയ്യല്. ഫസ്റ്റിൽ ദാലി തോയി എന്ന് പറയും. അവരുടെ ഒരു മെയിൻ കറിയാണ്. ദാല് വെച്ചിട്ട് എല്ലായിടത്തും മല്ലിയിലൊക്കെ യൂസ് ചെയ്യും, പക്ഷേ ഇതിൽ മല്ലിയിലൊന്ന് യൂസ് ചെയ്യാനാണ് ഈ ദാലി തോയി ചെയ്യുന്നത്. സെക്കൻഡ് അവർ സെർവ് ചെയ്യുന്നത് ഈ ദാലി തോയിൻ്റെ കൂടെ ഫസ്റ്റ് സൈഡ് ഡിഷസും സെർവ് ചെയ്യും. പിന്നെ സെക്കൻഡ് സെർവ് ചെയ്യുന്നത് സ്വീറ്റ് ഡിഷാണ്. പിന്നെ തേർഡ് താക്ക ഷീക്ക് ബട്ടർ മിൽക്കും റൈസും. അങ്ങനെയാണ് 3 കോഴ്സസ് ആയിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫിഷ് കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് ഉള്ളി, ഇനി കുറച്ച് ഉലുവ, ഇത്തിരി ജീരകം, നന്നായിട്ട് വറുത്തെടുക്കുക. ഗോവൻസ് ഈ കൊങ്കണി സ്റ്റൈൽ അവർ കൊക്കം നല്ലോണം യൂസ് ചെയ്യും. കൊക്കും പിന്നെ സ്വീറ്റ്നെസ് കിട്ടാൻ അവർ ശർക്കരയാണ് യൂസ് ചെയ്യൽ. പിന്നെ ഫുൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യും, സാധാ റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യും. കൊക്കും കാതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മെയിൻ ഒരു സംഭവമുണ്ട്. അതവിടെ കൊക്കും സീസണിൽ ഭയങ്കര അവൈലബിൾ ആണ്. അത് കൊക്കും വെള്ളവും പിന്നെ ശർക്കരയും പഞ്ചസാരയും എരിവും പിന്നെ ജസ്റ്റ് ഒന്ന് അവസാനം കടുകൊക്കെ ഇടും. ഈ മസാലയും പുളിയും തേങ്ങാപ്പാലും അതിലെല്ലാം കൂടെയാണ് ഞാൻ ഈ പ്രോൺസ് ചെമ്മീന് വേവിക്കുന്നത്. ഹായ് മാം, എന്തൊക്കെയാണ്? ഞാൻ ഒരു കൊങ്കണി സ്റ്റൈലിൽ തന്നെ കൊങ്കണി സ്റ്റൈല്. അതിൽ ദാലി തോഴി, പിന്നെ ഹ്യൂമൺ പറഞ്ഞ ഫിഷ് കറി, പിന്നെ ഒരു ഉപ്പുകറി, പിന്നെ ടിപ്പിക്കലായിട്ട് അല്ലേ? ടിപ്പിക്കലായിട്ട് ഹിന്ദു ആൻഡ് അതെ 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 ഫിഷ് ഗർഡു പായസ്, പിന്നെ ഒരു കേസരി ബാത്ത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ വെജിറ്റേറിയൻ ആണ്. പിന്നെ ഒരു മുഹ ദാലി എന്താ കൊസംബരി, അവിടെ ഒരു ട്രഡീഷൻ ഉഴുന്ന് ചെറുപയർ പരിപ്പ് സോക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് ഒരു സാലഡ് പോലെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡെസേർട്ടായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഡെസേർട്ടായിട്ട് സ്വീറ്റായിട്ട് ഞാൻ കേസരി ബാത്തും ഈ ഗർഡു പായസ്. ബിബിൻകയിലേക്കൊന്നും പോകുന്നില്ല, ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണോ? അതെ അതെ. പിന്നെ അതുപോലെ ഫിഷ് ഞാൻ പ്രോൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ വെജിറ്റേറിയനിലേക്ക് പോകാൻ. പ്രോൺസിന്റെ ഐറ്റം മതി. പിന്നെ ഒരു കുക്കും കാതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കുക്കും കിട്ടിയിട്ടില്ല, സിറപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം കുക്കും അത് ഇവിടെ അവൈലബിൾ അല്ല, അവിടെ തന്നെ സീസണിലാണ് അവർ ഉണ്ടാക്കാന്ന്. അതായത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഗോവ അല്ലേ? ഗോവ നന്നായി. ഓക്കെ 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 താങ്ക് യു. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. നെക്സ്റ്റ് ഞാൻ ഈ പ്രോൺസ് ഒന്ന് വേവിക്കാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ കഴുകി വെച്ച ചെമ്മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുക്കുമാണ് സാധാരണ അവർ യൂസ് ചെയ്യല്. ഞാൻ അതിന് പകരം ഇവിടെ കൊടംപുളി യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ്. ഇത് ഞാനിപ്പോൾ വറുത്ത് വെച്ച മസാലകളുണ്ടല്ലോ, അത് മിക്സിയിലേക്ക് ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് ഞാൻ ഈ കറിയിലേക്ക് ചേർക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇടാം. കുറച്ച് ഈ തേങ്ങാപ്പാലും കൂടെ എടുത്തിട്ട് ഞാൻ ഒന്ന് അരയ്ക്കാൻ പോവാണ്. നന്നായിട്ട് അരച്ച് ചേർക്കാം. ഈ അരപ്പ് ഞാൻ ഈ വേവിക്കാൻ വെച്ച ഈ പ്രോൺസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹ്യൂമൺ എന്നാണ് ഈ കറീൻ്റെ പേര്. ഗോവൻ കൊങ്കണി ഫിഷ് കറിക്ക് പറയുന്നതാണ് അങ്ങനെ. ഈ മസാലയും തേങ്ങാപ്പാലും ചെമ്മീനും എല്ലതും കൂടെ കിടന്ന് ചേരണമെന്ന് മൂടി വേവിക്കാൻ വെക്കും. നെക്സ്റ്റ് ഞാൻ ദാലി തോയി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ്. ഞാനിവിടെ കഴുകി വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ച പരിപ്പാണിത്. ഞാനിവിടെ പരിപ്പ് വേവിക്കുന്നത് ഉപ്പ് ചേർക്കാതെയാണ്. അത് ചേർക്കാതിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർത്തതിനേക്കാളും പെട്ടെന്ന് വെന്ത് കിട്ടും ചേർക്കാതെ ആവുമ്പോൾ. വെച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ചു കൊടുക്കാം. നെക്സ്റ്റ് പടവലെ ഉപ്പുകറി എന്ന് പറഞ്ഞ ഐറ്റത്തിന് വേണ്ടിയിട്ട്
ഞാൻ പടവലങ്ങ മുറിക്കാൻ പോവാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ, അത് വേവുന്ന ടൈം കൊണ്ട് എൻ്റെ ദാലി തോയി എന്ന് പറഞ്ഞ ഗോവൻ പരിപ്പ് കറിക്ക് ഞാൻ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ്. തിന്നാക്കിയിട്ട് വേണം അരിയാൻ. പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് മാറ്റി വെക്കണം. ഈ പരിപ്പ് വന്നിട്ടുണ്ടാവും. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. പാൻ വെച്ചു. ഇത് ഞാൻ പാൻ വെച്ചത് എൻ്റെ ഗർഡഡു പായസം തന്നെ ഒരു ഗോവൻ സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗർഡഡു എന്ന് പറഞ്ഞത് ഒന്നുമല്ല, നമ്മുടെ ചുരക്കയാണ്. ചുരക്ക വെച്ചിട്ടുള്ള ഒരു പായസം. അത് തേങ്ങാപ്പാലും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. പടവല ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ചുരക്കൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഡിഷിലേക്കൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സാധാ ഗോവൻ ട്രഡീഷണൽ ഡിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഇതിലേക്ക് ചുരണ്ടി വെച്ച ചുരക്ക. ആ ചുരക്കേൻ്റെ പച്ച സ്മെല്ല് പോയിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. തേങ്ങാപ്പാലും ശർക്കരയും ഏലക്കയും കൂടെ. ചുരണ്ടി വെച്ച ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ പേരാരും മറക്കണ്ട, ഗർഡഡു പായസ്. ഗ്രേറ്റ് ചെയ്ത ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് അതിൽ ഉരുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സ്വീറ്റിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ദാൽ തോയിലേക്കുള്ള ഉള്ളി ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. എൻ്റെ പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നേരിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർക്കുന്നത്. പിന്നെ ഒരു കഷ്ണം തക്കാളി. ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലതും കൂടെ ഇട്ടിട്ട് ഒന്ന്. ടൈം നല്ല ലിമിറ്റഡാണ്. ഞാൻ ഫസ്റ്റ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ 2 കപ്പ് റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 4 കപ്സ് വാട്ടർ, 4 കപ്പ് വെള്ളം. തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ടെടുത്ത് വേവിക്കാൻ വെക്കാം. ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ ദാലി തോയ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെക്കുകയാണ്. നെക്സ്റ്റ് ഡിഷിൻ്റെ പേരാണ് ടെൻഡലി ബിബെ ഉപ്കറി. അതിലേക്ക് ഞാൻ കോവക്കയും അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഈ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച അരി, കഴുകി വൃത്തിയാക്കിയ അരി, ഇത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. നെക്സ്റ്റ് ഞാൻ ഈ പടവലങ്ങ വെച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ച് തേങ്ങക്കൊന്ന് ഇട്ട് മസാല ആക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ഈ പടവലങ്ങൻ്റെ ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ളത് ഫസ്റ്റ് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് ജീരകം, പിന്നെ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, തേങ്ങ, ഫ്രഷായ തേങ്ങ ചുരണ്ടിയത്, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചോറായിട്ടുണ്ടാവും. ഞാനത് ഓഫ് ചെയ്യാണ്. ഈ മസാലയിലേക്ക് ഞാൻ പടവലങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. അവരുടെ ഒരു സൈഡ് ഡിഷാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വ്യൂവേഴ്സ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ വെജിറ്റബിൾസ് ഒന്നും വാഷ് ചെയ്യണില്ല എന്നൊക്കെ. ഞങ്ങൾക്ക് ഇത് കഴുകി വൃത്തിയാക്കാനൊക്കെ ഇവർ കുറച്ച് ടൈം ആദ്യം തരുന്നുണ്ട്. കുക്കിംഗ് ടൈമാണ് പിന്നെ പറയുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നെക്സ്റ്റ് ടെൻഡലി ബിബെ എന്ന് പറഞ്ഞ ആ ഐറ്റത്തിന് വേണ്ടിയിട്ട് കോവക്കയും അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ വന്നിട്ടുണ്ട്, നല്ലോണം വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വെള്ളം കളഞ്ഞിട്ടാണ് മസാലയിൽ ഇടാൻ പോകുന്നത്. അത് ഞാൻ ഫസ്റ്റ് ഈ പാന് വെച്ചിട്ട്
അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക്, കറിവേപ്പില, ഇതിലേക്ക് കായപ്പൊടി. ഒരുവിധം എല്ലാ ഐറ്റംസിലും കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങയും ഒരുവിധം എല്ലാ ഐറ്റംസിലും ഉണ്ട്. ഇതൊരു യെല്ലോയിഷ് കളറാണ് ഈ ഉപ്പ് കറി. ഈ ഞാൻ വേവിച്ച് വെച്ച ഈ കോവക്കയും ഇതൊക്കെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അല്ല, ആ വേവിച്ച വെള്ളം അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച ഇതാണ് മൂങ് ദാൽ, ചെറുപയർ പരിപ്പ്. അത് ഞാൻ ഇതിലേക്ക് ഇടാം. ഇത് അവരുടെ ഒരു മെയിൻ ഐറ്റമാണത്. ഇതിലേക്ക് ഇനി നാരങ്ങാനീരും ഉപ്പും കൂടെ ഇട്ടാൽ റെഡി ആയിട്ടുണ്ട്. കുരുമുളക് പൊടി. എൻ്റെ ഡിഷസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഇനിയും ഐറ്റംസ് പ്ലാൻ ചെയ്തിരുന്നു. ടൈം ലിമിറ്റേഷൻ കൊണ്ടാണ് എന്നാലും അത്യാവശ്യം ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വീറ്റ് ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്. സ്റ്റാർട്ടർ അല്ല, 2 ടൈപ്പ് ഉപ്പ് കറിയുണ്ട്, 2 ടൈപ്പ് കറിയുണ്ട്, ചോറ്, പപ്പട് എല്ലാം ഉണ്ട്. ചൈനീസ് റൗണ്ടിൽ ഒരു ഫുൾ ഡിന്നർ പ്ലാറ്റർ സെറ്റ് ചെയ്യാനാണ് മാം പറഞ്ഞിരിക്കുന്നത്. ഫ്രം സ്റ്റാർട്ടർ ടു ഡെസേർട്ട് വരെ എല്ലാം ഉണ്ടാക്കണം ചൈനീസ് വേയിൽ. സോ ഞാൻ ആദ്യമായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കണം, പിന്നെ ഒരു സ്റ്റാർട്ടർ ഡിഷ്, ഒരു പ്രോൺസ് വെച്ചാൽ പ്ലാൻ ചെയ്തിരിക്കണം, പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, പിന്നെ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി, പിന്നെ ഡെസേർട്ടിന് ഞാൻ ഒരു ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ടോഫി പോലെ അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഏതായാലും പ്രെപ്പ് വർക്ക് തുടങ്ങാം. ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. സോ ക്യാരറ്റ്സ് ഇതൊക്കെ നമുക്ക് എങ്ങനെ ആവശ്യമുണ്ട്. സോ അതിൻ്റെ പ്രെപ്പ് ആദ്യം ചെയ്യാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ഈ ചില്ലി പേസ്റ്റിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. നമുക്ക് ഇനി സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു സ്റ്റോക്കാണ് ബേസിക്കലി, കുറച്ച് ക്യാരറ്റ്സ്, കുറച്ച് സെലറി, ചൈനീസ് കാബേജ്, കുറച്ച് ചിക്കൻ്റെ ബോൺസും അങ്ങനെയുള്ള പീസസ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് പെപ്പറും ഇടുക. അത്ര സ്പൈസി ആയിരിക്കില്ലേ പൊതുവെ ചൈനീസ് സൂപ്പ്സ്. സോ കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉള്ളി ഇടാം, കുറച്ച് സ്പ്രിംഗ് അനിയൻ, കുറച്ച് വിനീഗർ ഒഴിക്കുന്നുണ്ട്, കുറച്ച് സോയ സോസ്, കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ മതിയോ. വെയിറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം വയ്ക്കാം നമുക്ക്. ആ സമയം കൊണ്ട് മീൻവെയിൽ നമുക്ക് ഞാൻ വോണ്ടൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. സോ അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് ഒരു ഡോ ഉണ്ടാക്കുക. ഇതൊന്ന് റോൾ ഔട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറിയ സർക്കിൾസ് കട്ട് ചെയ്യാം. അതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ്. ചിക്കൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനാ.
ഇതിലേക്ക് കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ, കുറച്ച് സ്പ്രിംഗ് അണിയനും ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഒന്ന് അറ്റം നനച്ചു കൊടുക്കുക, അപ്പോൾ വേഗം സീലാവും. ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗറും സോൾട്ടും ഇട്ടിട്ട് വേവിക്കാം. മൂടി വെച്ച് ആവി വരുമ്പോൾ വിസിലിടാം. ആ സമയം കൊണ്ട് നമ്മൾ വോണ്ടൻസ് റെഡിയാക്കാം. ബാറ്റർ ഉണ്ടാക്കണം. ആ ബാറ്ററിലേക്ക് നമുക്ക് മെയിനായിട്ട് കോൺഫ്ലവർ ആൻഡ് മൈദയാണ് ഈക്വൽ പ്രൊപ്പോർഷൻസിൽ ആഡ് ചെയ്യേണ്ടത്. ആ ബാറ്റർ നമുക്ക് ഇപ്പോൾ പ്രോൺസിനും ആവശ്യമുണ്ട്, ചിക്കനും ആവശ്യമുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ്, സോൾട്ട്, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കുക. നമുക്ക് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണിത്. ഇതാണ് പ്രോൺസാണ് സ്റ്റാർട്ടർ ഡിഷ്. സോ അതിലേക്ക് കുറച്ച് സോൾട്ട് പിന്നെ കുറച്ച് പെപ്പറും ഇട്ടിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ചിക്കൻ്റെ ഡിഷിലേക്ക് അതേപോലെ തന്നെ കുറച്ച് സോൾട്ട്, സോ പാൻ അടുപ്പത്തേക്ക് വെക്കുക. ഈ പ്രോൺസിൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിക്കാം. ലൈറ്റ് കോട്ടിങ് മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് വേഗം കുക്കാവും, ഓവർ കുക്കാവരുത് പ്രോൺസ് ഫ്യൂ മിനിറ്റ്സ് മതി, ഹാർഡ്ലി 2 minutes അത്രേ എടുക്കുള്ളൂ. പ്രോൺസ് വേഗം തന്നെ കുക്കാവും. എസ്പെഷ്യലി നമ്മൾ സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്കും ഇട്ടിട്ട് പിന്നീടും സോട്ട് ചെയ്യുന്നതാണ്. സോ ഓവർ കുക്ക് ആവാണ്ട് വളരെ ശ്രദ്ധിക്കണം. സോ ആയിട്ടുണ്ട്, അപ്പോൾ അതെടുത്ത് മാറ്റാം. വളരെ ഹാർഡ്ലി ഫ്യൂ മിനിറ്റ്സ്. നെക്സ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ചിക്കനും നമ്മൾ ഫുള്ളി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് സോസിലിട്ടിട്ട് ഗ്രേവിയിലിട്ടിട്ട് നമ്മൾ തിരിച്ചും കുക്ക് ചെയ്യും. സോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ മാത്രം മതി. വേറെ ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ട്, ഇത് പ്രോൺസിന് വേണ്ടിയിട്ടാണ്. ഓയിൽ ചൂടായ ഉടനെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടുക. അതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇടുക. അതിലേക്ക് കുറച്ച് ഉള്ളി ഇടുക. പിന്നെ നമ്മൾ ആദ്യം അരച്ച് വെച്ച് വിനീഗറും ചില്ലി പേസ്റ്റ് ഇടുക കുറച്ച്. അതൊന്ന് റോ സ്മെല്ല് പോകുന്നവർക്കും ഒന്ന് സോട്ടേ ചെയ്യണം. അതിലേക്ക് കുറച്ച് ഓയിസ്റ്റർ സോസ്. ഞാൻ ഓയിസ്റ്റർ ഫ്ലേവർഡ് പ്രോൺസ് ആണ് ഉണ്ടാക്കുന്നത്. സോ കുറച്ച് മതി ഓയിസ്റ്റർ സോസ്. അതേപോലെ തന്നെ കുറച്ച് സോയ സോസ്. അതിലേക്ക് കുറച്ച് ഹണി, കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇടാം. വെളുത്തുള്ളി. പാന് ചൂടായ ഉടനെ ഇഞ്ചി വെളുത്തുള്ളി. അതിലേക്ക് ഓണിയൻസ്, അതിലേക്ക് കുറച്ച് സെലറി, കുറച്ച് പച്ചമുളക്, ഒരു അനീസീഡ്. ഇനി അതിലേക്ക് കുറച്ച് സോയ സോസ്, കുറച്ച് കെച്ചപ്പ്, കുറച്ച് ഗ്രീൻ ചില്ലി സോസ്. സോയ സോസ് കുറച്ചുകൂടി വേണം.
ഇത് സോയ ഫ്ലേവേർഡാണ്. ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ കുറച്ച് മതിയാവും. ഇവിടെ ലൈറ്റ് സോയ സോസാണ്. അതിലേക്ക് കുറച്ച് ചിക്കൻ ഇടാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് വെള്ളം ഒഴിക്കുക. കുറച്ച് ക്യാപ്സിക്കംസ്, കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോസ് കുറച്ച് ഒഴിച്ചാൽ മതി. ഭയങ്കര ഓവർലി തിക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. സ്ലൈറ്റ്ലി തിക്കായാൽ മതി. കുറച്ച് ഉപ്പിടാം. ഇത് സോസസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, സോ സൂക്ഷിച്ചിടുക. ഇത് നമുക്ക് സിമ്മിലാക്കിയിട്ട് ഇവിടെ സിമ്മർ ചെയ്യാം കുറച്ച് നേരം. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ഫ്രൈഡ് റൈസിന് റെഡിയാക്കാം. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് എണ്ണ ഒഴിക്കുക. ഫ്രൈഡ് റൈസിലേക്ക് കുറച്ച് ഓയിൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇടുക. സോൾട്ട് കുറച്ചിടുക. പെപ്പർ കുറച്ചിടുക. ക്യാരറ്റ്സ് ഇടുക. കുറച്ച് ബീൻസ്, കുറച്ച് സെലറി, കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ഓവർ കുക്ക് ആവരുത്. കുറച്ച് ക്രഞ്ചി സൈഡിലായിരിക്കണം. ശരിക്കും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒന്ന് വേഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. ഇവിടെ ഈ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ്റെ സൂപ്പ്, ക്യാബേജ് ഇടുക. സൂപ്പ് ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വോണ്ടോൺസ് ഇടുക. ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് പ്രോൺസ് ഇടുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പെപ്പർ ഇട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചിടുക. അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് സ്ക്രാമ്പിളായി വരുമ്പോഴത്തേക്കും അതിലേക്ക് റൈസ് ഇടുക. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻസ് ഇടാം. കുറച്ച് സോയ സോസ് ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ കുറച്ച് കലക്കി വയ്ക്കാം. തിക്കാക്കാനാണ് സൂപ്പ്. കുറച്ച് ലെറ്റ്യൂസ് ഇടാം. ഡെസേർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഇടാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ഇടാം. കുറച്ച് സെലറി ഇടാം. ഇത് നല്ല ഷുഗർ കരിയണം, ബേൺഡ് ആവണം. പ്രളയൻ പോലെ, ബേൺ ഷുഗർ, നമ്മൾ കാരമലൊക്കെ ഉണ്ടാക്കണ പോലെ. ഈ കാരമലിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എനിക്ക് ഐസ് വാട്ടറിലേക്ക് ഇടണം, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഹലോ മാം. ചൈനീസ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അല്ലേ? ചൈനീസ് റൗണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്ന മെനു? ഞാൻ ഒരു വോണ്ടോൺ സൂപ്പ് ഉണ്ടാക്കിയിട്ട്, പിന്നെ ഒരു സോയ സോസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ, പിന്നെ ഒരു പ്രോൺ ആൻഡ് ഓയിസ്റ്റർ സോസ് ആൻഡ് ഹണി ഒരു സ്റ്റാർട്ടർ, പിന്നെ ഡെസേർട്ടിന് ടോഫി, ആപ്പിൾ ടോഫി. അപ്പോൾ കംഫർട്ട് സോൺ ആണ് ചൈനീസ് അല്ലേ എന്ന് തന്നെ പറയാം. ചൈനീസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ അറിയാം നമുക്ക്. എന്ത് ഫ്രൈഡ് റൈസ് ആയിരുന്നു? മിക്സ്ഡാ? മിക്സ്. എഗ് ഉണ്ട്, പ്രോൺസ്, ചിക്കൻ ഉണ്ട്. താങ്ക് യു മാം. സോ ഇൻ
ഇന്നത്തെ ചൈനീസ് ഡിഷിൽ റൗണ്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. കോഴ്സ് ഒരു ഫുൾ മീൽ കോഴ്സാണ് ഉണ്ടാക്കിയത്. സ്റ്റാർട്ടർ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു പ്രോൺസ് ഹോയിസ്റ്റർ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, മിക്സഡ് ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു സോയ സോസ് ഫ്ലേവേർഡ് ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രേവി, ആൻഡ് ഡെസേർട്ടിന് ഒരു ആപ്പിൾ ടോപ്പി. ചെമ്മീൻ വെച്ചിട്ടൊരു പുലാവാണ് ഉണ്ടാക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാം. ഗോവൻ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ മീനും തേങ്ങാപ്പാലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനിടയ്ക്ക് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് പാൻ ചൂടായിട്ടുണ്ട്. ഇതിൽ ഓയിൽ ഒഴിക്കാം. കുറച്ച് സ്പൈസസ്, ഗ്രാമ്പു 1-2 എണ്ണം മതി, ഏലക്ക, ഗോവൻ ലഞ്ച് തയ്യാറാക്കാം. അതെ മാം. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാനൊരു പ്രോൺസ് വെച്ചിട്ടൊരു പുലാവ് പോലെ പ്രോൺസ് വെച്ചൊരു പുലാവ് തന്നെ ചെയ്യണം. പിന്നെ ഒരു ചിക്കൻ കഫ്രിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫിഷ് വെച്ചിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ആണ്. അപ്പം പിന്നെ ഒരു ഡെസേർട്ടും ബെബിനിക്ക എന്ന് പറഞ്ഞു. ബെബിനിക്ക അത് ഇച്ചിരി സമയം എടുക്കുന്നതാണ്. അതിനാണോ ഈ സ്റ്റീമർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ, കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റി. പക്ഷെ അത് ടൈം എടുക്കും. അതുകൊണ്ട് ഒരു സൈഡിൽ അത് അത് ശർക്കര കാര്യം ഓരോ ലെയറായിട്ടാണ് പോകേണ്ടത്. എളുപ്പമായിരിക്കും അത്. കാര്യം ഇതെല്ലാം റൊട്ടി സ്റ്റൈലാണ്. പക്ഷേ ഇത് സ്വീറ്റ് ആണെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് മുട്ട ഇത് വെച്ചിട്ട് കോമ്പിനേഷൻ കുറച്ചായാലും മതി. പക്ഷേ എങ്കിലും ടൈം എടുക്കും. അതുകൊണ്ട് അത് വൺ സൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ശരി, നല്ലൊരു ലഞ്ച്. താങ്ക് യു. കുറച്ചധികം തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാലെടുക്കാം. കുറച്ച് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലൊഴിച്ച് പാലിലേക്ക് കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തിടാം. ഞാൻ ഉണ്ടാക്കുന്ന ഡെസേർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് എഗ് യോക്ക് എടുക്കാം. കുറച്ച് ഒരു പണിയാണ് ഇത് ഉണ്ടാക്കാൻ. പക്ഷേ ഉണ്ടാക്കി നോക്കട്ടെ, ടൈം കിട്ടിയിരിക്കും. റൈസിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്രാമ്പു ഇട്ട് 2 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, ബേ ലീഫ്, പിന്നെ ഇത് ഉണക്കമുളകാണ്. ഇത് 2 കഷ്ണമാക്കിയിട്ട് ഇട്ടു. ഇതിലേക്ക് കുറച്ച് സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതായി വരുന്ന സമയം ഞാൻ ചിക്കൻ കൊണ്ടൊരു ചിക്കൻ കഫ്രിയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ ബെബിനിക്ക എന്ന് പറഞ്ഞ ഡെസേർട്ട് ഉണ്ടാക്കുന്ന അരിപ്പൊടിയും തേങ്ങാപ്പാലും പിന്നെ ശർക്കര എഗ്ഗിൻ്റെ യോക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ ചെയ്തു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് കഴുകി കുതിർത്ത് വെച്ചതായിരുന്നു റൈസ് ഇതിലിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഈ അരിപ്പൊടിയാണ്, കുറച്ച് അരിപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, പിന്നെ നമ്മൾ ഉരുക്കി വെച്ച
ശർക്കര തേങ്ങാപ്പാൽ കൂട്ടും. ചിക്കൻ കഫ്രീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മല്ലിയില, പച്ചമുളക്, ഏലക്ക, മല്ലിയാണ് വേണ്ടത്. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഡെസേർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെക്കാം. അതിനിടയ്ക്ക് നമുക്ക് ചോറൊന്ന് നോക്കി കൊടുക്കണം. ഈ ശർക്കരയും തേങ്ങാപ്പാലും കൂടെ യോജിച്ച് വെച്ച് നമുക്ക് അരിപ്പൊടിയിൽ ചേർക്കാം. നമ്മുടെ ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച യോക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇത് ഉണ്ടാക്കുന്നത് ഈ ഉണ്ടാക്കി വെച്ച കൂട്ട് ലെയറായിട്ട് ഒഴിച്ചിട്ട് മേലെ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒഴിച്ചു തുടങ്ങാം. നമ്മളെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ചെറിയ സൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കന്, ആവശ്യത്തിന് വെള്ളം, ചെറിയൊരു കഷ്ണം വയനായില ഇടാം. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഗ്രാമ്പൂ, ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിക്കൻ കഫ്രീലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെയാണ് അരച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ടോ നോക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ലെയർ കൂടെ ഒഴിച്ചു കൊടുക്കും. ചിക്കനിൽ ഇതാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കും. ഇത് ബട്ടർ ഇട്ടിട്ടാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബട്ടർ ഇട്ട് മസാല ഒന്ന് വഴറ്റിയെടുക്കും. നമ്മളെ ബമിനിക്ക ഗോവൻ ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ്. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റിയേക്കാം. ഈ സൂപ്പിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ പീസ് ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസ്, ഞാനൊരു ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ജാഗൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിന് തേങ്ങ വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളക് അരച്ചെടുക്കണം.
അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരിക് കളയാതെ എടുക്കുക, അല്ലെങ്കിൽ അരി കളഞ്ഞിട്ടെടുക്കുക. വേഗം അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ സോക്ക് ചെയ്തത്. ഇതിൻ്റെ കൂടെ കുറച്ച് മസാലയും കൂടെ വേണം, അതൊക്കെ കൂടെ പൊടിച്ചെടുക്കണം. നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ആയിട്ടുണ്ട്, നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിന് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്ന മുളക്, കുറച്ച് വിനാഗിരി ചേർത്തിട്ട് അരച്ചെടുക്കണം. ഈ അരച്ച് വെച്ച മസാല പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇവിടെ ചിക്കൻ കഫ്രിയിലൂടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് കുറുകി വരണം. അരച്ച് വെച്ച പേസ്റ്റ് ഇവിടെ തളിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ തക്കുത്തിയുടെ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം. ഉപ്പാണ്, കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. എല്ലാം തേങ്ങയും തേങ്ങാപ്പാലും കൊണ്ടുള്ളതാണ്. ഗോവൻ ഡിഷിൽ പ്രത്യേകമായിട്ട് തേങ്ങാപ്പാൽ ഫിഷൊക്കെയാണ്. നമ്മൾ അരച്ച് വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അരച്ച് വെച്ച തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കും. നമ്മൾ ആദ്യം ബ്രൗൺ കളറാക്കി വെച്ച ഉള്ളി, സവാള ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കും. കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് മീനൊന്ന് മാരിനേറ്റ് ചെയ്യും. മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. മീന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാറ്റിയ ഇവിടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. മേലെ കുറച്ച് മല്ലിയില ഇട്ടു. അപ്പോൾ നമ്മൾ ഗോവൻ സ്റ്റൈലിലുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുലാവാണ്, പ്രോൺസ് വെച്ചിട്ട്. പിന്നെ ഒരു അയല ഫ്രൈ ചെയ്തെടുത്തു, ഒരു ഗോവൻ സ്റ്റൈലിലുള്ള മസാല ഇട്ടിട്ട്. പിന്നെ അടുത്തൊരു ഡെസേർട്ട്, ബെബിനിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡെസേർട്ട് ഉണ്ടാക്കി. പിന്നെ ഒരു ചിക്കൻ കഫ്രിയൽ, പിന്നെ ചിക്കൻ
സുസാക്കി അതും ഒരു സൂപ്പുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ള ടൈമിൽ കുറേ സാധനങ്ങളാണ്. കറക്റ്റ് ഗോവൻ സ്റ്റൈൽ ആയിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ട്രൈ ചെയ്തിട്ടുണ്ട്.